ഇന്ന് പകൽക്കാലത്തെ ചിന്തയ്ക്കായിട്ട് ഒരു വാക്യം വായിക്കാം. ലൂക്കോസിൻ്റെ സുവിശേഷം അതിൻ്റെ 15-ാം അധ്യായം 20-ാം വാക്യം. അങ്ങനെ അവൻ എഴുന്നേറ്റു, അപ്പൻ്റെ അടുക്കൽ പോയി. ദൂരത്ത് നിന്ന് തന്നെ അപ്പൻ അവനെ കണ്ടു. മനസ്സലിഞ്ഞ് ഓടിച്ചെന്ന് അവൻ്റെ കഴുത്ത് കെട്ടിപ്പിടിച്ച് അവനെ ചുംബിച്ചു. ആമേൻ. കഴിഞ്ഞ ദിവസം ദൈവത്തിൻ്റെ വചനം വായിച്ചുകൊണ്ടിരുന്ന സമയത്ത് ഈ ഭാഗം ഇങ്ങനെ വായിച്ചപ്പോൾ ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ ഹൃദയത്തിൽ ചില ആലോചനകൾ തരുവാനിടയായി. ദൈവാത്മാവ് ഇടപെട്ടു. സ്തോത്രം. ഇന്ന് പകൽക്കാലം അതിന് മുമ്പിലാണ് ഞാനിവിടെ നിൽക്കുന്നത്. നാം വായിച്ച ആ ഭാഗം നമുക്ക് വളരെ സുപരിചിതമായ ഭാഗമാണ്. ആ 20-ാം വാക്യത്തിൽ അങ്ങനെ അവൻ എഴുന്നേറ്റ് അപ്പൻ്റെ അടുക്കൽ പോയി. ആ ഭാഗം മാത്രം ഇന്നത്തെ ചിന്തയ്ക്കായിട്ട് നമുക്ക് എടുക്കുകയാണ്. അങ്ങനെ അവൻ എഴുന്നേറ്റു അവൻ്റെ അപ്പൻ്റെ അടുക്കൽ പോയി. സ്തോത്രം. ലൂക്കോസിൻ്റെ സുവിശേഷം പലതുകൊണ്ടും വളരെ വിശേഷതയേറിയ സുവിശേഷമാണ്. കാരണം മറ്റുള്ള സുവിശേഷകന്മാരിൽ എല്ലാ സുവിശേഷവും അതിൻ്റേതായ ഗാംഭീര്യം എല്ലാ സുവിശേഷത്തിനുമുണ്ട്. മത്തായിയുടെ സുവിശേഷം മത്തായി യഹൂദന്മാർക്ക് എഴുതിയ സുവിശേഷമാണ്. സ്തോത്രം. അതിൻ്റേതായ പഴയ നിയമത്തിൻ്റേതായിട്ടുള്ള ക്രമങ്ങളും കാര്യങ്ങളും വചനം പഴയ നിയമത്തിൻ്റെ ഉദ്ധാരണികൾ ഏറ്റവും കൂടുതൽ മത്തായിയുടെ സുവിശേഷത്തിലാണ് കാണുന്നത്. യേശു മശിയ ആണെന്ന് തെളിയിക്കുന്ന സുവിശേഷം, താൻ രാജാവാണെന്ന് തെളിയിക്കുന്ന സുവിശേഷമാണ് മത്തായിയുടെ സുവിശേഷം. മർക്കോസിൻ്റെ സുവിശേഷത്തിന് അതിൻ്റേതായ പ്രത്യേകത, ചില കാര്യങ്ങളൊക്കെ അതിൻ്റേതായ ഡീറ്റെയിലായിട്ട് ആളും പേരും സഹിതവും സ്ഥലത്തിൻ്റെ പേരുകളുമൊക്കെ മർക്കോസിൻ്റെ സുവിശേഷത്തിലാണ് കാണുന്നത്. ലൂക്കോസിൻ്റെ സുവിശേഷം, ലൂക്കോസ് ഒരു വൈദ്യനായിരുന്നു. നമുക്കറിയാം ബൈബിൾ ഏതാണ്ട് 1600 വർഷത്തിൻ്റെ കാലയളവിൽ എഴുതപ്പെട്ട ഒരു ഗ്രന്ഥമാണ് ഈ ബൈബിൾ. 40-ലധികം ഗ്രന്ഥകാരന്മാരാൽ രചിച്ചിരിക്കുന്ന ബൈബിളാണ്, ബുക്കാണ് നമ്മുടെ ബൈബിൾ. നമ്മൾ കൊണ്ടു നടക്കുന്ന ഈ ബൈബിൾ 66 പുസ്തകങ്ങൾ, 40-ലധികം ഗ്രന്ഥകാരന്മാർ എഴുതിയിരിക്കുകയാണ്. സ്തോത്രം. നമുക്കറിയാം ഇതിൽ ഈ ഗ്രന്ഥകാരന്മാർ എല്ലാവരും തന്നെ യഹൂദ മതത്തിൽ നിന്ന് വന്നവരാണ്, യഹൂദ പാരമ്പര്യത്തിൽ നിന്ന് വന്നവരാണ്. ഒരാൾ ഒഴികെ, അത് ഈ ലൂക്കോസാണ്. ലൂക്കോസ് ഒരു ജാതീകനായിരുന്നു. താൻ യഹൂദനായിരുന്നില്ല, ഒരു ജാതീകനായിരുന്നു. ദൈവം ഒരു ജാതീകനെ ഉപയോഗിച്ചാണ് 2 പുസ്തകങ്ങൾ എഴുതിയിരിക്കുന്നത്. ലൂക്കോസിൻ്റെ സുവിശേഷവും അപ്പോസ്തല പ്രവൃത്തികളും. ഇത് രണ്ടും ഈ ജാതീകനായിരുന്ന ലൂക്കോസ് എഴുതിയാണ്. താൻ ഒരു വൈദ്യനായിരുന്നു എന്നാണ് ബൈബിളിൽ നമ്മൾ കാണുന്നത്. വൈദ്യനായ ലൂക്കോസ് എന്ന് കാണുന്നു. സ്തോത്രം. ഈ വൈദ്യനായ ലൂക്കോസിൻ്റെ സുവിശേഷത്തിൻ്റെ ഒരു പ്രത്യേകത, ഞാൻ നോട്ട് ചെയ്ത ഒരു പ്രത്യേകത ഞാൻ പറഞ്ഞുകൊള്ളട്ടെ. സുവിശേഷം അത് താൻ ആരംഭിക്കുമ്പോൾ തന്നെ താൻ പറയുകയാണ്, നമ്മുടെ ഇടയിൽ ഇന്ന് അറിയപ്പെട്ട് നമ്മൾ അറിഞ്ഞിരിക്കുന്ന ചില വിഷയങ്ങൾ അത് ഞാൻ വ്യക്തമായി ആഴമായി പഠിച്ച് റിസർച്ച് ചെയ്ത് അതിനെക്കുറിച്ച് അപഗ്രഥിച്ച് പഠിച്ച് ഒരു പ്രബന്ധം തയ്യാറാക്കുകയായിരുന്നു. അങ്ങനെയാണ് താൻ ആ സുവിശേഷം എഴുതിയത്. സ്തോത്രം. നന്നായി പഠിച്ച് റിസർച്ച് ചെയ്ത് യേശു കർത്താവിനെ നേരിട്ട് തൻ്റെ ജീവിതത്തിൽ കാണുവാൻ തനിക്ക് ഭാഗ്യം ലഭിച്ചിരുന്നില്ല. ലൂക്കോസ് ഒരിക്കലും യേശുവിനെ കണ്ടുമുട്ടിയിരുന്നില്ല. യേശു മരിച്ചു കഴിഞ്ഞ ശേഷം ഒരുപക്ഷെ പൗലോസിൻ്റെ ശുശ്രൂഷയിലായിരിക്കാം താൻ രക്ഷയിലേക്ക് വരുന്നത്. അതുകൊണ്ടായിരിക്കാം പൗലോസിൻ്റെ കൂടെ യാത്ര ചെയ്യാനും ഒക്കെ ഇടയായതും. അപ്പോസ്തല പ്രവൃത്തികളിലെ കാര്യങ്ങളൊക്കെ വിവരിക്കുന്നത് പൗലോസിൻ്റെ കൂടെയുള്ള യാത്രയിലെ വിവരണങ്ങളാണല്ലോ നമ്മൾ വായിക്കുന്നത്. സ്തോത്രം. ഹല്ലേലൂയ. ഈ ലൂക്കോസ് യേശു കർത്താവിനെ മുഖാമുഖമായി കാണുവാൻ തനിക്ക് പറ്റിയില്ല എങ്കിലും താൻ ഈ സുവിശേഷം എഴുതുവാൻ തീരുമാനിച്ച സമയത്ത്
താൻ ഒരു പ്രബന്ധം എഴുതുവാൻ തീരുമാനിച്ച സമയത്ത് താൻ മറിയയുടെ അടുത്ത് പോയി, താൻ പത്രോസിൻ്റെ അടുത്ത് പോയി, ശിഷ്യന്മാരുടെ പലരുടെയും അടുത്ത് പോയി, അവരിൽ നിന്ന് കേട്ടത് നന്നായി അതെല്ലാം നന്നായി എഴുതി വെച്ചു. സ്തോത്രം, ഹല്ലേലൂയ. ഞാൻ ഓർക്കുകയായിരുന്നു, ഈ മത്തായി ഒരു ചുങ്കക്കാരനായിരുന്നു, അങ്ങനെ ബൈബിളിൽ എഴുതിയിരിക്കുക, ചുങ്കക്കാരനായിരുന്നു. ലേവി എന്നായിരുന്നല്ലോ തൻ്റെ പേര്. മത്തായി ചുങ്കക്കാരനായിരുന്നു. ഈ ചുങ്കക്കാരൻ്റെ ഒരു പ്രത്യേകത ഞാൻ അതിനെക്കുറിച്ച് വായിച്ചപ്പോൾ ഇങ്ങനെ ശ്രദ്ധിച്ചത്, ചുങ്കക്കാരൻ്റെ ഒരു പ്രത്യേകത, താൻ ഈ കണക്കെല്ലാം എഴുതി വെക്കണം. ഞാൻ ഇത്ര കൊണ്ട് തന്നു, അതെല്ലാം എഴുതി വെക്കണം. ഇതെല്ലാം തൻ്റെ മേലധികാരികളോട് കണക്ക് കാണിക്കേണ്ടതാണ്. ഇത്രയും കിട്ടിയത്, ഇത്രയും ടാക്സ് ഇവിടെ പിരിഞ്ഞ് കിട്ടിയത്, ഇത്രയും ചുങ്കം കിട്ടിയിട്ടുണ്ട്, ഇതെല്ലാം ഇതിൻ്റെ കണക്ക് ബോധിക്കണം. ഇതെല്ലാം നന്നായിട്ട് എഴുതുന്ന ഒരു വ്യക്തിയായിരുന്നു മത്തായി. സ്തോത്രം. അത് താൻ അങ്ങനെയുള്ള ഒരു വ്യക്തി, ആ ബാക്ക്ഗ്രൗണ്ടിലുള്ള ഒരു വ്യക്തിയെ കർത്താവ് തിരഞ്ഞെടുത്ത് തൻ്റെ സുവിശേഷം എഴുതുവാൻ, ആദ്യത്തെ സുവിശേഷമായി ബൈബിളിൽ എഴുതുവാൻ, അങ്ങനൊരു കണക്കെഴുതുന്ന ഒരു വ്യക്തിത്വത്തെ ദൈവം തിരഞ്ഞെടുത്ത് ഉപയോഗിച്ചിരിക്കുന്നത്. ഞാനതിനെക്കുറിച്ച് ചിന്തിച്ചപ്പോൾ എനിക്ക് വളരെ സന്തോഷമുണ്ടായി. ദൈവം തിരഞ്ഞെടുക്കുന്ന ചില വ്യക്തികളെ, അവരുടെ ആ ദൈവത്തിന് വേണ്ടി കൊള്ളാവുന്ന ചില വ്യക്തികളെ ദൈവത്തിൻ്റെ തിരഞ്ഞെടുപ്പിൻ്റെ ബാക്കിൽ ദൈവം കാണുന്ന ചില ക്വാളിറ്റീസ്, ഞാനതിനായി ദൈവത്തെ സ്തുതിക്കുന്നു. സ്തോത്രം, ഹല്ലേലൂയ. യോഹന്നാനെ തിരഞ്ഞെടുത്തപ്പോൾ ഇടിമക്കൾ എന്ന അവരുടെ പേര് തന്നെ എന്ന് പറഞ്ഞാൽ ഏത് കാര്യം എടുത്തു ചാടും. ഇപ്പം പ്രാർത്ഥിക്കട്ടെ, തീ ഇറക്കി ഇവരെ നശിപ്പിച്ച് കളയാൻ, ആ പാവം ശമരിയക്കാരെ നശിപ്പിച്ച് കളയാൻ, ആ പാവങ്ങൾ. യേശു യെരൂശലേമിലേക്ക് പോവുകയാണെന്ന് ഇങ്ങനെ തനിക്ക് അവിടെ നിൽക്കാനുള്ള തൻ്റെ ശ്രദ്ധ മുഴുവൻ യെരൂശലേമിൽ പോകണം, തന്നെ പിതാവ് ഏൽപ്പിച്ചിരിക്കുന്ന ദൗത്യം പൂർത്തിയാക്കണം. അതിനുവേണ്ടി യേശു വെമ്പൽ കൊള്ളുന്ന ഒരു യേശുവിനെ കാണുകയാണ്. സ്തോത്രം. ശമരിയക്കാർ കണ്ടപ്പോൾ വിചാരിച്ചു യേശുവിനെ ഇവിടെ 2 ദിവസം ഇവിടെ അങ്ങ് താമസിപ്പിച്ചേക്കാം. യേശു പറഞ്ഞില്ല, ഞാനിവിടെ നിൽക്കാൻ വന്നതല്ല, എനിക്ക് പോകണം. സ്തോത്രം. അപ്പോൾ അവരുടെ വീട്ടിൽ അവർ പറഞ്ഞു അങ്ങനെയാന്നേ പൊക്കും. അവരാരും സ്വീകരിച്ചില്ല. അപ്പോഴാ ഈ ഇടിമക്കൾ എന്ന് പറയുന്ന യാക്കോബും യോഹന്നാനും പറയുന്നത്, പ്രാർത്ഥിച്ച് തീ ഇറക്കി ഇവരെ നശിപ്പിച്ചു കളഞ്ഞു. ഇങ്ങനെയൊക്കെ എടുത്തു പറയുന്ന ആൾക്കാരൊക്കെ ആയിരുന്നു. സ്തോത്രം. എന്നാൽ ആ യോഹന്നാനെ സ്നേഹത്തിൻ്റെ അപ്പോസ്തലനാക്കി മാറ്റി. ആമേൻ, ഹല്ലേലൂയ. അത് ദൈവം ചെയ്യുന്ന നമ്മൾ ചെയ്യുന്ന ആ ചേഞ്ചസ്, ദൈവം നമ്മൾ ചെയ്യുന്ന ആ ട്രാൻസ്ഫോർമേഷൻ, ഞാനതിനായി ദൈവത്തെ സ്തുതിക്കുന്നു. ലൂക്കോസിൻ്റെ സുവിശേഷത്തിലേക്ക് വരുമ്പോൾ, ലൂക്കോസ് നല്ല ഡീറ്റെയിൽ ആയിട്ട് കാര്യങ്ങളൊക്കെ എഴുതി. ലൂക്കോസിൻ്റെ സുവിശേഷത്തെ കാണുന്ന ഇന്ന് വായിച്ച ഈ ഭാഗം, നമ്മൾ മുടിയൻ പുത്രൻ്റെ കഥയെന്ന് പറയുന്ന ആ ഭാഗം വേറെ ബൈബിളിലെങ്കും വേറെയെങ്കും വേറെ മറ്റ് സുവിശേഷന്മാരെ ആരും പരാമർശിച്ചിട്ടില്ല, എഴുതിയിട്ടുമില്ല. സ്തോത്രം. നമുക്ക് 15-ാം അധ്യായത്തിലേക്ക് വരാം. ലൂക്കോസിന് സുവിശേഷം 13-ാം അധ്യായത്തിൽ 2 അധ്യായം പുറകോട്ട് വരുമ്പോൾ 13-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ അവിടെ ആ ചാപ്റ്ററിൽ കാണുന്ന മെയിനായിട്ടുള്ള വിഷയം എന്ന് പറഞ്ഞാൽ മാനസാന്തരപ്പെടുക എന്ന വിഷയമാണ് 13-ാം അധ്യായത്തിൽ കാണുന്നത്. സ്തോത്രം. നിങ്ങൾ മാനസാന്തരപ്പെടഞ്ഞാൽ നിങ്ങളെല്ലാം അങ്ങനെ തന്നെ നശിച്ചു പോകും. തൻ്റെ ശിഷ്യന്മാരെ നോക്കിക്കൊണ്ട് യേശു പറയുക, നിങ്ങളെല്ലാം അവരുൾപ്പെടെ പറയുക, തിരഞ്ഞെടുത്തവരുൾപ്പെടെ മാനസാന്തരപ്പെടഞ്ഞാൽ നശിച്ചു പോകും. ആമേൻ. നമുക്ക് മാനസാന്തരത്തിൻ്റെ ആവശ്യമുണ്ടോ? നമ്മളെത്ര നാൾ വിശ്വാസികളായിരുന്നവരാ, അല്ലെ കർത്താവിൻ്റെ വേല ചെയ്യുന്നവരാ. മാനസാന്തരമുള്ള ഒരു ഹൃദയം നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും ഉണ്ടായിരിക്കണം. സ്തോത്രം. ദൈവം അത് ആഗ്രഹിക്കുന്നു. സ്തോത്രം. കാരണം നാം ഒക്കെ പലതിലും തെറ്റിപ്പോകുന്നവരാ. ബൈബിളിൽ അങ്ങനെയാണ് വായിക്കുന്നത്, പലതിലും തെറ്റിപ്പോകുന്നവരാ. സ്തോത്രം. മനസാന്തരപ്പെടുവാൻ, ഹല്ലേലൂയ, അത് ഒരിക്കലായി സംഭവിക്കുന്ന ഒരു വിഷയം മാത്രമല്ല. ഒരിക്കലായിട്ട് അതിൻ്റെ ബിഗിനിങ്ങിൽ അങ്ങനെ ഉണ്ടാകും. മാനസാന്തരപ്പെട്ട് പാപങ്ങളെ ഏറ്റുപറയണം. പിന്നെ ഇതൊരു ഡെയിലി നിരന്തരമായിട്ടുള്ള ഒരു പ്രക്രിയയാണ്. പ്രിയപ്പെട്ടവർ, നമ്മുടെ ജീവിതത്തിൽ നമുക്ക് പ്രധാനമായും നമ്മൾ 3 ശത്രുക്കളെയാണ് നമ്മൾ നേരിട്ടുകൊണ്ടിരിക്കുന്നത്. പിശാച്, പുറത്തുനിന്ന് പിശാചിൻ്റെ അറ്റാക്കുകൾ, അതൊരു ദൈവവൈതലിൻ്റെ ജീവിതത്തിൽ എപ്പോഴും
നേരിട്ടുകൊണ്ടേ ഇരിക്കും. ഒരു തരത്തിൽ വേറെ രീതിയിൽ ഇങ്ങനെ പിശാചിന് നമ്മളോടല്ലേ നമുക്ക് പിശാചിന് വൈരാഗ്യം. പിന്നെ മറ്റ് രണ്ട് കാര്യങ്ങൾ നമ്മുടെ ഉള്ളിൽ തന്നെ കിടക്കുന്ന കാര്യങ്ങളാണ്. അത് പുറത്തുനിന്നുള്ളതല്ല. ജഡമെന്ന് പറയുന്നത് നമ്മുടെ ഉള്ളിലിരിക്കുന്ന കാര്യങ്ങളാണ്, ജഡീക സ്വഭാവങ്ങൾ. ഇതൊന്നും പെട്ടെന്ന് മാനസാന്തരപ്പെട്ട് ഞാൻ ഇന്ന് യേശുവിനെ രക്ഷിതാവായി സ്വീകരിച്ചപ്പോൾ ഇത് പോയി എന്ന് ആർക്കും പറയാൻ കഴിയില്ല. ഈ ജഡത്തെ മരിപ്പിക്കുവാൻ, ജഡത്തിൻ്റെ അഭിലാഷങ്ങളെ, മോഹങ്ങളെ മരിപ്പിക്കുവാൻ, അനുദിനം മരിപ്പിക്കുവാൻ ദൈവത്തിൻ്റെ വചനം നമ്മെ ഉദ്ബോധിപ്പിക്കുന്നു. സ്തോത്രം. നിങ്ങളെ തന്നെ മരിച്ചവരായി എണ്ണിക്കൊണ്ടിരിക്കണമെന്ന് റോമാലേഖനത്തിൽ അപ്പോസ്തലനായ പൗലോസ് പറയുകയാണ്. നിങ്ങൾ മരിച്ചവരെന്ന് നിങ്ങൾ എണ്ണിക്കൊണ്ടിരിക്കണം, ഡെയിലി എണ്ണിക്കൊണ്ടിരിക്കണം. സ്തോത്രം. ഹല്ലേലൂയ. ഈ ജഡത്തെയും, പിന്നെ മൂന്നാമത്തെ ശത്രുവാണ് ലോകം. ലോകത്തിൻ്റെ ഫ്രണ്ട്സായിരിക്കുന്നവർ ദൈവത്തിൻ്റെ ശത്രുക്കളായിരിക്കുന്നു. അത് ഭയങ്കര ശത്രുത്വമാണ് ദൈവവുമായിട്ട്. ഈ ലോകവും അതിൻ്റെ സിസ്റ്റംസും, ലോകവും അതിൻ്റെ മോഹങ്ങളും അതിൻ്റെ ചിന്തകളും അതിൻ്റേതായിട്ടുള്ള ജീവിത ഭാരങ്ങളും ഇതെല്ലാം ദൈവത്തിൽ നിന്ന് ശത്രുത്വമായിട്ടിരിക്കുന്ന വിഷയങ്ങളാണ്. ജഡത്തെയും ലോകത്തെയും ജയിക്കുവാൻ ക്രൂശാണ് വഴി. സ്തോത്രം. ക്രൂശിൽ കൂടെ മാത്രമേ ആ രണ്ട് ശക്തികളെ ജയിക്കാൻ കഴിയൂ. ഹല്ലേലൂയ. അതാ ജഡത്തെ ക്രൂശിക്കണം, അതിൻ്റെ രാഗമോഹങ്ങളോടെ പഴയ മനുഷ്യനെ ക്രൂശിക്കണം. സ്തോത്രം. അത് ഡെയിലി ചെയ്യേണ്ട ഒരു വിഷയമാണ്. അതുകൊണ്ട് ആരെങ്കിലും എൻ്റെ പുറകെ വരുവാൻ ഇച്ഛിച്ചാൽ തൻ്റെ ക്രൂശ് എടുത്തുകൊണ്ട് എന്നെ അനുഗമിക്കട്ടെ എന്ന് യേശു പറഞ്ഞത്. ഹല്ലേലൂയ. നമ്മളിന്ന് അധികവും പൈശാചിക പോരാട്ടത്തെക്കുറിച്ച്, ആത്മയുദ്ധത്തെക്കുറിച്ചൊക്കെ നമ്മൾ ഇങ്ങനെ പ്രസംഗങ്ങൾ കേൾക്കാറുണ്ട്. എന്നാൽ ഈ അകത്തെ മനുഷ്യനെ, ജഡത്തിൻ്റേതായിട്ടുള്ള വിഷയങ്ങളെക്കുറിച്ച് നമ്മൾ അധികം ആരും പ്രസംഗം കേൾക്കാറില്ല. അധികം ആരും അതിനെക്കുറിച്ച് സംസാരിക്കാറുമില്ല. ഞാൻ എൻ്റെ ഒരു അനുഭവത്തിൽ നിന്ന് ഞാനങ്ങ് പറയുക, ഞാനങ്ങനെ അധികം കേട്ടിട്ടില്ല അധികം പ്രസംഗം. ജഡത്തെ എങ്ങനെ ജയിക്കാൻ കഴിയും, ജഡമോഹങ്ങളെ എങ്ങനെ ജയിക്കാൻ കഴിയും, ക്രൂശ് എങ്ങനെ നമ്മുടെ ജീവിതത്തിൽ യാഥാർത്ഥ്യമായി മാറും. അതുകൊണ്ടാണ് പൗലോസ് പറയുന്നത്, എനിക്ക് പ്രശംസിപ്പാനുണ്ടെങ്കിൽ ക്രൂശിലല്ലാതെ വേറൊരു പ്രശംസ എനിക്കില്ല. ആമേൻ. ഹല്ലേലൂയ. കാരണം യേശു കർത്താവ് ക്രൂശിൽ മരിച്ചപ്പോൾ എന്നെയും അവിടെ വഹിച്ചു, ഞാനും ആ ക്രൂശിൽ മരിച്ചു. ഹല്ലേലൂയ. എൻ്റെ പഴയ മനുഷ്യൻ അതിൻ്റെ രാഗമോഹങ്ങളോടുകൂടി ആ ക്രൂശിൽ മരിക്കുവാനിടയാക്കി. ഹല്ലേലൂയ. നമ്മുടെ വിഷയത്തിലേക്ക് കടന്നു വരട്ടെ. സ്തോത്രം. ഇവിടെ ഈ വായിച്ച ഭാഗം, ഞാൻ ആ ഭാഗത്ത് തന്നെ നിൽക്കാൻ, സമയം പോകുന്നത് കൊണ്ട് ആ ഭാഗത്ത് തന്നെ നിൽക്കുവാൻ താല്പര്യപ്പെടുകയാണ്. സ്തോത്രം. 20-ാം വാക്യം, 15-20. അങ്ങനെ അവൻ എഴുന്നേറ്റ് അപ്പൻ്റെ അടുക്കൽ പോയി. ദൂരത്ത് നിന്ന് തന്നെ അപ്പൻ അവനെ കണ്ടു, മനസ്വലിഞ്ഞു. ഓടിച്ചെന്ന് അവൻ്റെ കഴുത്ത് കെട്ടിപ്പിടിച്ച് അവനെ ചുംബിച്ചു. ഈ മകൻ ഈ കർത്താവ് അവിടെ ഒരേ മനസ്സാന്തരപ്പെടുമ്പോൾ ഉണ്ടാകുന്ന, സ്വർഗത്തിലുണ്ടാകുന്ന പ്രതികരണങ്ങളെക്കുറിച്ച് കർത്താവ് അവിടെ വിവരിക്കുകയാണ് ആ ചാപ്റ്ററിൽ. ആദ്യമേ ഒരു ഉപമ പറഞ്ഞത്, ഒരു മനുഷ്യന് 100 ആടുണ്ട്, അതിലൊന്ന് നഷ്ടപ്പെട്ടു പോയി, ബാക്കി 99-നെയും മരുഭൂമിയിൽ വിട്ടിട്ട് ആ കാണാതെ പോയതിനെ അന്വേഷിച്ചു പോകുന്ന ഒരു ഇടയനെ കുറിച്ചാണ് അവിടെ വായിക്കുന്നത്. അത് കണ്ടു കിട്ടിയപ്പോഴോ എന്തോ ഒരു സന്തോഷം അവിടെ എഴുതിയിരിക്കുകയാണ്. കണ്ടു കിട്ടിയപ്പോൾ അവിടെ 6-ാം വാക്യം, 15-ന്റെ 6-ാം വാക്യം, താൻ തൻ്റെ സ്നേഹിതന്മാരെയും അയൽക്കാരെയും വിളിച്ചുകൂട്ടി, കാണാതെ പോയ എൻ്റെ ആടിനെ കണ്ടു കിട്ടിയത് കൊണ്ട് എന്നോടുകൂടെ സന്തോഷിപ്പീൻ എന്ന് പറഞ്ഞു. അങ്ങനെ തന്നെ മാനസാന്തരം കൊണ്ട് ആവശ്യമില്ലാത്ത 99 നീതിമാന്മാരെ കുറിച്ചുള്ളതിനേക്കാൾ മാനസാന്തരപ്പെടുന്ന ഒരു പാപിയെ ചൊല്ലി സ്വർഗത്തിൽ അധികം സന്തോഷമുണ്ടാകും എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. സ്വർഗത്തിലെ ആ സന്തോഷം, ആ സ്വർഗത്തിൻ്റെ പ്രതികരണം. ഇവിടെ ഒരാൾ മാനസാന്തരപ്പെട്ട്, കർത്താവേ ഞാൻ പാപിയായ മനുഷ്യനാ, എന്നോട് കൃപ തോന്നണമേ, എന്നോട് കരുണ കാണിക്കണമേ, പാപത്തെ ഏറ്റുപറയുമ്പോൾ സ്വർഗത്തിൻ്റെ പ്രതികരണം അവിടെ എഴുതിയിരിക്കുന്നത്. അവിടെ വലിയ സന്തോഷം, അവിടെ ഉത്സവം നടക്കുന്ന സന്തോഷം.
ആമേൻ, ഹല്ലേലൂയ. രണ്ടാമത് സ്തോത്രം പിന്നെ കാണുന്നത് ഒരു സ്ത്രീക്ക് 10 ദ്രഹ്മ ഉണ്ടായിരുന്നു, അതിൽ 1 നഷ്ടപ്പെട്ടു. അത് കണ്ടു കിട്ടിയപ്പോൾ അവൾ അയൽവക്കക്കാരെയൊക്കെ വിളിച്ച് ഒരു പാർട്ടി നടത്തുകയാണ്, സന്തോഷിക്കുകയാണ്. സ്തോത്രം. അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ ഇന്ന് വായിച്ച ആ ഭാഗത്തിലേക്ക് വരുന്നത്. ഒരു പിതാവിന് 2 പുത്രന്മാരുണ്ടായിരുന്നു. അതിൽ ഇളയ മകൻ അവിടെ എഴുതിയിരിക്കുകയാണ്, ഇളയവൻ അപ്പനോട് 12-ാം വാക്യം. ആമേൻ. ഈ പയ്യൻ എന്താ പറ്റിയത്? ഒന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? ഇവൻ എന്താ പറ്റിയത്? എന്തുകൊണ്ട് അവൻ ഇങ്ങനെ ഒരു ചിന്ത വന്നു? ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, നമ്മൾ മനസ്സിലാക്കണം, there is a rebel in every man's heart. ഒരു റിബൽ പേഴ്സൺ നമ്മുടെ എല്ലാം ഉള്ളിലുണ്ട്. സ്തോത്രം. ദൈവത്തിന് കീഴടങ്ങിയിരിക്കുവാൻ കഴിയാതെ, പിതാവിന് കീഴടങ്ങിയിരിക്കാൻ കഴിയാതെ റിബൽ ചെയ്യുന്ന, മത്സരിക്കുന്ന ഒരു സ്വഭാവം നമ്മുടെ എല്ലാം ജീവിതത്തിലുണ്ട്. സ്തോത്രം. അത് ഒരു തരത്തിൽ അല്ലെങ്കിൽ മറ്റൊരു രീതിയിൽ, ഒരു സമയത്തല്ല വേറൊരു സമയത്ത് അത് ചിലപ്പോൾ തലപൊക്കും. റിബല്യൻ. ഹല്ലേലൂയ. ഈ പയ്യൻ്റെ ജീവിതത്തിൽ അവനെല്ലാ സൗകര്യങ്ങളും സുഖ സൗകര്യങ്ങളും അവന് വേണ്ടതെല്ലാം ഉണ്ടായിരുന്നു, ഒരു പ്രയാസവും ഇല്ലായിരുന്നു അപ്പൻ്റെ വീട്ടിൽ. പക്ഷേ ഒരു ദിവസം അവൻ്റെ ഉള്ളിൽ ഈ റിബല്യൻ എഴുന്നേറ്റു. ഇതെവിടുന്ന് കിട്ടിയതാ? ഇത് ഏദൻ തോട്ടത്തിൽ നിന്ന് വന്നതാ. സ്തോത്രം. ഉൽപ്പത്തി പുസ്തകം 3-ാം അധ്യായത്തിൻ്റെ 5-ാം വാക്യം ഒന്ന് വായിക്കാമോ? അവിടെ അത് എഴുതിയിട്ടുണ്ട്, അവിടെ അത് പ്രത്യക്ഷപ്പെടുന്നത്. വായിക്കട്ടെ. 3:5. പിശാച് വന്ന് ആലോചന പറഞ്ഞു തരികയാണ്. നിങ്ങൾ ഈ ദൈവത്തിൻ്റെ പുറകെ, ദൈവം പറയുന്നത് കേട്ട് ഇങ്ങനെ ഇരുന്നാൽ എങ്ങനെയാണ് നിങ്ങളുടെ ജീവിതം? നിങ്ങൾക്ക് നിങ്ങളുടേതായിട്ടൊരു തീരുമാനമൊക്കെ വേണ്ടേ? നിങ്ങൾ മറ്റൊരു ആൾക്കാരല്ലേ, നിങ്ങൾ കൊച്ചു പിള്ളേരൊന്നും അല്ലല്ലോ. നിങ്ങൾക്കായിട്ട് നിങ്ങൾ തന്നെ തീരുമാനിക്കണ്ടേ, കാര്യങ്ങൾ തീരുമാനിക്കണ്ടേ. നിങ്ങൾ ഈ പഴം തിന്നാലുണ്ടല്ലോ, നിങ്ങളുടെ കണ്ണു തുറക്കും. വായിക്കുക. തിന്നുന്ന നാളിൽ കണ്ണു തുറക്കുകയും, നന്മ തിന്മകളെക്കുറിച്ച് നിങ്ങൾ ആരോടും അഭിപ്രായം ചോദിക്കാൻ വേണ്ട, നിങ്ങൾക്ക് തന്നെ ചെയ്യാൻ കഴിയും. നിങ്ങൾക്ക് തന്നെ നിങ്ങളുടെ കാര്യങ്ങൾ ചിന്തിച്ച് കണക്ക് കൂട്ടി ചെയ്യാൻ, നിങ്ങളുടെ ജീവിതം മുമ്പോട്ട് കൊണ്ടുപോകാൻ കഴിയും. ഇതാ പിശാച് പറഞ്ഞു കൊടുത്തത്. സ്തോത്രം. ദൈവത്തിൻ്റെ ആലോചനയ്ക്കനുസരിച്ച് നിങ്ങൾ എല്ലാ കാര്യത്തിനും അതിൻ്റെ ആവശ്യമില്ല. നിങ്ങൾക്ക് തന്നെ തീരുമാനങ്ങൾ എടുക്കാൻ കഴിയും. നന്മ തിന്മകളെക്കുറിച്ചുള്ള അറിവ് ഇത് തിന്നുന്ന നാളിൽ. സ്തോത്രം. അത് വായിക്കുമ്പം അതിൽ നിന്ന് മറഞ്ഞു കിടക്കുന്ന ഒരു കാര്യം ഞാൻ ശ്രദ്ധിച്ചത് ഇങ്ങനെയാണ്. അതായത് ഇത് പറഞ്ഞപ്പോഴൊന്നും അവ തിന്നുന്ന തോന്നുന്നില്ല, തിന്നുന്ന നാളിൽ നിന്ന് എഴുതിയിരിക്കുന്നത്. അപ്പം ചില നാളുകൾക്ക് ശേഷമായിരിക്കാം മിക്കവാറും ഈ സഹോദരി ഇത് ഇങ്ങനെയൊക്കെ അതിലേക്ക് ഇങ്ങനെ പോകുമ്പോൾ ഇതിനെ കാണുമ്പോൾ ആ പാമ്പ് പറഞ്ഞത് ഇങ്ങനെ ഓർമ്മ വരും. സ്തോത്രം. ഇത് നല്ലതാണെന്നല്ലോ, ഇത് കാണാൻ നല്ലതാണെന്നല്ലോ, ഇത് തിന്നാൻ നല്ലതാണെന്നല്ലോ, ഇങ്ങനെയുള്ള ചിന്ത വന്നു. സ്തോത്രം. ഈ റിബല്യൻ. സ്തോത്രം. ഈ പയ്യൻ്റെ ഹൃദയത്തിൽ ഈ റിബല്യൻ ഉയർന്നു വന്നു. റിബല്യസ് സ്പിരിറ്റ്. ഹല്ലേലൂയ. അങ്ങനെ അവൻ അപ്പൻ്റെ വീട്ടിൽ നിന്ന് പോയി എല്ലാം നാനാവിശേഷമാക്കി ദുർനടപ്പിൽ ജീവിച്ചു. സ്തോത്രം. അവന് വിശന്നപ്പോൾ, അവൻ ഏറ്റവും വിശന്ന അവസ്ഥയിൽ വന്നപ്പോൾ അവൻ ചിന്തിക്കുകയാണ്, എൻ്റെ അപ്പൻ്റെ വീട്ടിൽ ഇഷ്ടം പോലെ ഭോജനം ആൾക്കാർ തിന്ന് ബാക്കി വയ്ക്കുകയാണ്. സ്തോത്രം. അപ്പോഴാണ് പറയുന്നത്, ഞാൻ എഴുന്നേറ്റ്, 18-ാം വാക്യം, ഞാൻ എഴുന്നേറ്റ് അപ്പൻ്റെ അടുക്കൽ ചെന്ന് അവനോട്, അപ്പാ, ഞാൻ സ്വർഗത്തോട് നിന്നോടും പാപം ചെയ്തിരിക്കുന്നു, ഇനി നിൻ്റെ മകൻ എന്ന പേരിന് ഞാൻ യോഗ്യനല്ല. ഹല്ലേലൂയ. യഥാർത്ഥമായ മാനസം അവൻ്റെ പാപത്തെക്കുറിച്ച്, അവൻ്റെ അപ്പൻ്റെ മുമ്പിൽ നിൽപ്പാൻ യോഗ്യതയില്ല എന്ന് അവന് മനസ്സിലായത്. അവൻ്റെ അകത്തെ കണ്ണ് തുറന്നപ്പോൾ, എനിക്ക് എൻ്റെ അപ്പൻ്റെ മുമ്പിൽ നിൽപ്പാൻ എനിക്ക് യോഗ്യതയില്ല. ഹല്ലേലൂയ.
അപ്പൻ്റെ മുമ്പിൽ ചെന്ന് യാചിക്കാനേ എനിക്ക് പറ്റുകയുള്ളൂ. ഞാൻ പോയി യാചിക്കും, ഞാൻ എഴുന്നേറ്റ് പോയി യാചിക്കും. എന്നെ ഒരു വേലക്കാരനെങ്കിലും ആക്കി തീർക്കണമേ. സ്തോത്രം. അത്രേ അവൻ ആഗ്രഹിച്ചുള്ളൂ. പക്ഷേ ഈ പിതാവ് ചെയ്തത് എന്താ? സ്തോത്രം. അപ്പൻ്റെ റിയാക്ഷൻ എന്തായിരിക്കുമെന്നൊക്കെ ഇങ്ങനെ മനസ്സിൽ പലവിധമായ ചിന്തകൾ കാണുമായിരിക്കാം. പക്ഷേ അവിടെ അപ്പൻ ഈ മകനെ കണ്ടപ്പോൾ, സ്തോത്രം, വേഗം ദൂരത്ത് നിന്ന് അപ്പൻ അവനെ കണ്ടു, മനസ്സലിഞ്ഞ് ഓടിച്ചെന്ന് അവൻ്റെ കഴുത്തു കെട്ടിപ്പിടിച്ചവനെ ചുംബിച്ചു. ആ പിതാവിൻ്റെ സ്നേഹം. ആ പിതാവിനോട് ചോദിക്കുമ്പോൾ പിതാവ് പറയുകയാണ്, സ്തോത്രം, എൻ്റെ ഈ മകൻ നഷ്ടപ്പെട്ടവനായിരുന്നു, മരിച്ചവനായിരുന്നു, ജീവനോട് തിരിച്ചു കിട്ടി. സ്തോത്രം. ഹല്ലേലൂയ. സ്വർഗം നോക്കുമ്പോൾ മരിച്ചവനായിരുന്നു. സ്തോത്രം. എഫെസ്യലേഖനം 2-ാം അധ്യായത്തിൽ പറയുന്നു, അതിക്രമങ്ങളാലും പാപങ്ങളാലും നിങ്ങൾ മരിച്ചവരായിരുന്നു, അതിൽ നിന്നാണ് ദൈവം നിങ്ങളെ ജീവനിലേക്ക് കൊണ്ടുവന്നത്. സ്തോത്രം. നാമും ആ അവസ്ഥയിലെ മരിച്ചവരായിരുന്നു. ഹല്ലേലൂയ. കൃപയാൽ ഈ രക്ഷയിലേക്ക് വരുവാൻ, യേശു കർത്താവിനെ അറിവാനിടയായി. സ്തോത്രം. ആമേൻ. ഹല്ലേലൂയ. ഹല്ലേലൂയ. ഈ അപ്പനോട് ചോദിച്ചാൽ അപ്പൻ പറയും, എൻ്റെ ഈ മകൻ മരിച്ചവനായിരുന്നു, എനിക്ക് തിരികെ കിട്ടി, അതുകൊണ്ട് നമുക്ക് സന്തോഷിക്കണം. ഹല്ലേലൂയ. ഇവനെ നഷ്ടപ്പെട്ടവനായിരുന്നു, കാണാതെ പോയിരുന്നു, കണ്ടുകിട്ടിയിരുന്നു, അതുകൊണ്ട് നമുക്ക് സന്തോഷിക്കണമെന്ന് ഈ അപ്പൻ പറയും. എന്നാൽ ഈ മകനോടൊന്ന് ചോദിക്കുക, നിനക്കെന്തുവാ കിട്ടിയത്? സ്തോത്രം. സ്നേഹം നിറഞ്ഞ ഒരു പിതാവിനെ എനിക്ക് കിട്ടി. ഹല്ലേലൂയ. ഇന്ന് എത്ര പേർക്ക് പറയാൻ കഴിയും, സ്നേഹം നിറഞ്ഞ ഒരു പിതാവിനെ എനിക്ക് കിട്ടി? ഹല്ലേലൂയ. അവന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയത് അപ്പന്റെ വീട്ടിൽ പോയി ആഹാരം കഴിക്കുന്നതോ, അപ്പന്റെ നല്ല വസ്ത്രം കിട്ടുന്നതോ, ചെരുപ്പിടുന്നതോ ഒന്നുമല്ല, ഒരു പിതാവിനെ കിട്ടുക എന്നുള്ളതാണ്. അവനെ സ്നേഹിക്കുന്ന ഒരു പിതാവ്, അവനെ കരുതുന്ന പിതാവ്, അവനെ കാണുന്ന, എപ്പോഴും കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു പിതാവ്. സ്തോത്രം. അതാണ് ദൈവം നമുക്ക് തന്നത്. ദൈവം തന്നെ നമുക്ക് തന്നിരിക്കുകയാണ്, പിതാവായി തന്നിരിക്കുകയാണ്. ഹല്ലേലൂയ. ദൈവം പിതാവായി ഉള്ളവർ കരങ്ങളെ ഉയർത്തി സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ. സ്തോത്രം. ഓ, താങ്ക് യു ലോർഡ്. ദൈവം പിതാവെന്ന ആ ഒരു വെളിപ്പാട് നമ്മുടെ ജീവിതത്തിലേക്ക് വന്നു കഴിയുമ്പോൾ, പ്രിയപ്പെട്ടവരെ, നമ്മൾ അറിയാതെ ദൈവത്തെ സ്തുതിക്കും. ഹല്ലേലൂയ. ഞാൻ ഏതെല്ലാം വിഷയങ്ങളിൽ കൂടെ കടന്നു പോയാലും, ഏതെല്ലാം വഴികളിൽ കൂടെ കടന്നു പോയാലും, എനിക്കൊരു പിതാവുണ്ട്. എന്നെ കരുതുന്ന ഒരു പിതാവുണ്ട്. എന്നെ കൈവിടാത്ത ഒരു പിതാവുണ്ട്. തൻ്റെ കണ്ണെപ്പോഴും എൻ്റെ മേലാണ്. സ്തോത്രം. ഹല്ലേലൂയ. ആ ഉറപ്പുള്ളത്, ധൈര്യമുള്ള, ആ ഉറപ്പുള്ളവർ എത്ര ധൈര്യത്തോടെ മുമ്പോട്ട് പോകാൻ കഴിയും. പിശാച് എന്തെല്ലാം കോട്ടി കാണിച്ചാലും, പിശാച് എന്തെല്ലാം ചെയ്താലും, ചുറ്റും എത്ര പേരായിരം പേര് വീണാലും, സ്തോത്രം, എനിക്കൊരു പിതാവുണ്ട്, എന്നെ കരുതുന്ന ഒരു പിതാവുണ്ട്. ഹല്ലേലൂയ. താങ്ക് യു ജീസസ്. താങ്ക് യു ഫാദർ. ഞാൻ ആ ഭാഗം വായിച്ചപ്പോൾ ആ പിതാവ് എന്നുള്ള ആ ഒരു വെളിപ്പാട് ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ ഹൃദയത്തിൽ പ്രകാശിപ്പിച്ചു. അവൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ഭാഗ്യം അവൻ്റെ അപ്പൻ്റെ വീട്ടിൽ കിട്ടുന്ന സാധനങ്ങളോ, അവിടെ കിട്ടുന്ന നല്ല ഫുഡോ വസ്ത്രമോ ഒന്നുമല്ല, എനിക്കൊരു പിതാവിനെ കിട്ടി. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിൽ നാം അന്യരും പരദേശികളായിരുന്നു, എന്നാൽ ഒരു പിതാവിനെ നമുക്ക് കിട്ടി. ഒരു പിതാവിനെ കിട്ടി. ഇവിടെ കർത്താവ് നമ്മുടെ പിതാവാണ്. താൻ പറയുകയാണ്, ഞാൻ കൈവിടില്ല, ഉപേക്ഷിക്കുകയില്ല. ഹല്ലേലൂയ. തന്റെ കണ്ണ് നമ്മുടെ മേൽ, തന്റെ കണ്ണ് ദൃഷ്ടി വെച്ച ആലോചന പറഞ്ഞു തന്നെ ഞാൻ നിന്നെ നടത്തുമെന്ന് ദൈവത്തിന്റെ വാഗ്ദത്തമാണ്. സ്തോത്രം. എൻ്റെ വാക്കുകൾ ഇവിടെ അവസാനിപ്പിക്കട്ടെ. കണ്ണുകൾ അടയ്ക്കാൻ നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ സ്നേഹം നിറഞ്ഞ സ്വർഗീയ പിതാവേ, അങ്ങ് ഞങ്ങളുടെ പിതാവായിരിക്കാൻ ഞങ്ങളങ്ങേ വാഴ്ത്തുന്നു. ഞങ്ങൾക്കൊരു അർഹതയുമില്ലായിരുന്നു പിതാവേ. അതിക്രമങ്ങളാലും പാപത്തിലും മരിച്ചവരായിരുന്ന ഞങ്ങളെ സ്നേഹിപ്പാൻ ഞങ്ങളെന്തുള്ളൂ പിതാവേ. അങ്ങയുടെ വലിയ സ്നേഹത്തിനായി സ്തോത്രം. ഞങ്ങളെ കെട്ടിപ്പിടിച്ച് ചുംബിച്ച് അപ്പാ സ്തോത്രം, അങ്ങയുടെ രാജ്യത്ത് പുത്രനും അവകാശികളുമാക്കി മാറ്റിയ ആ സ്നേഹത്തിനായി നന്ദി പറയുന്നു കർത്താവേ. താങ്ക് യു ഫാദർ. ഈ വലിയ സ്നേഹത്തിനായി നന്ദി.
അങ്ങ് ഞങ്ങളുടെ പിതാവായിരിക്കാൻ നന്ദി. ഞങ്ങളെ കരുതുന്നതിനായി നന്ദി. ഞങ്ങൾ തനിച്ചല്ല, ഞങ്ങൾ ഏകരല്ല. അങ്ങ് ഞങ്ങളോട് കൂടെയുള്ള പിതാവാകിയാൽ ഞങ്ങൾ നന്ദി പറയുന്നു. താങ്ക് യു ഫാദർ. യേശു കർത്താവിൻ നാമത്തിൽ തന്നെ. ആമേൻ.